ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പെന്തക്കോസ്ത ഒരുക്ക അഭിഷേക ശുശ്രൂഷയിലേക്ക് 4-ാം ദിവസവും നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് 4-ാം ദിവസവും നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് ഈ ഷാലോം ടിവിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ വിശ്വാസം നിങ്ങൾ ഒറ്റ കാര്യത്തിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കണം. കാരണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, ചോദിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും ഈ 10 ദിവസങ്ങളിലും ആത്മാവിന് വേണ്ടി ചോദിക്കുക. ആത്മാവ് പുതിയ അഭിഷേകത്തിലേക്ക് നിങ്ങളെയും കുടുംബത്തെയും നയിക്കും. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ടി ബദറാണ്. കൊല്ലം സ്വദേശിയായ അദ്ദേഹം ഷാലോം ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് പരിചിതനായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിലൂടെ ദൈവം തരുന്ന വചനത്തിന് വേണ്ടി ഹൃദയവും മനസ്സും ആത്മാവും തുറന്നിട്ട് നമുക്ക് കാത്തിരിക്കാം. യേശു നിങ്ങളോട് സംസാരിക്കട്ടെ. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, പെന്തക്കുസ്ത തിരുനാളിൽ ദൈവം നമുക്ക് നൽകുന്ന ഉന്നതമായ സമ്മാനം ഏറ്റുവാങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളായി ഓരോരുത്തരും മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ അരിമ ശിഷ്യരെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉന്നതമായ ഒരു വാഗ്ദാനം നൽകും. അവിടെ ഇങ്ങനെയാണ് യേശു പറയുന്നത്, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളോ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിലുള്ള ഒരു സ്നാനം, സ്വർഗം ഇറങ്ങി വന്ന് നമ്മിൽ നിറയുന്ന ഒരു സ്നാനം, സ്വർഗം നമ്മെ മൂടി പൊതിയുന്ന ഒരു സ്നാനം, മഹത്വത്തിന്റെ മേഘം നമ്മളെ വലയം ചെയ്യുന്ന ഒരു സ്നാനം, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമൻ മനുഷ്യനിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. യേശുക്രിസ്തു തരുന്ന അത്യുന്നതമായ വാഗ്ദാനം നമ്മൾ സ്വന്തമാക്കിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായി, പരിശുദ്ധാത്മ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം ഇതാണ്: നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന ശക്തിയായി പരിശുദ്ധാത്മാവിന്റെ സ്നാനം കടന്നു വരുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും സമരിയായിലും യൂദയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നലെ വരെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിച്ചില്ല, ഇന്നലെ വരെ നമുക്ക് ദൈവത്തിന്റെ സാക്ഷിയാകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ദൈവം നമുക്ക് വാഗ്ദാനം തരികയാണ്, എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യേശു പറയുന്നു? നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ഭവനത്തിലും ഇടവകയിലും നാട്ടിലും ജോലി സ്ഥലത്തും എവിടെ പോയാലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരും. യേശുവിൻ്റെ സാക്ഷികൾ ആയി മാറും. എൻ്റെ ഓർമ്മയിലേക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യം കടന്നു വരികയാണ്. അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു J.I. ജാംസൺ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലോ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിലോ അടയാളങ്ങളിലോ വിടുതലുകളിലോ വീര്യപ്രവൃത്തികളിലോ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്: പ്രസംഗിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി, മറ്റൊന്നും ആവശ്യമില്ല, പ്രസംഗം മാത്രം മതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്, അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു ചെല്ലുകയാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആണ്. അങ്ങനെ ഇരിക്കെ അവിടെ വലിയ കാട്ടുതീ പടർന്നു പിടിച്ചു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കാട്ടുതീ പടർന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം കാട് നിന്ന് കത്തും. ഏക്കർ കണക്കിന് കാട് കത്തിപ്പോകും. തീ കെടുത്താൻ പറ്റുകയില്ല. ഇന്നും വലിയ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത് എത്രമാത്രം ദുഷ്കരമായിരുന്നു കാണും. അങ്ങനെ കാലിഫോർണിയയിൽ തീ ആഞ്ഞു പിടിച്ചുകൊണ്ട് കാടുകൾ നിന്ന് കത്തുകയാണ്. മനുഷ്യർക്ക് അതിനെ കെടുത്താൻ പറ്റുന്നില്ല. എല്ലാവർക്കും വലിയ സങ്കടമായി. അങ്ങനെ ഇരിക്കെ വൈകുന്നേരത്തെ തൻ്റെ കൺവെൻഷന് ഒരുക്കമായി അദ്ദേഹം രാവിലെ തുറന്നിരിക്കുന്ന ഒരു ബാർബർ ഷോപ്പിൽ മുടിവെട്ടാനായിട്ട് ചെന്നിരിക്കുകയാണ്. അദ്ദേഹം ആ ഷോപ്പിൽ കസേരയിൽ ഇരിക്കുമ്പോൾ ആരോ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി. കടക്കാരൻ അതെടുത്ത് വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ആ കടയിലിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു, നോട്ടീസ് പ്രിന്റ് ചെയ്തവരെ കളിയാക്കി. കൂട്ടത്തിൽ ഈ സുവിശേഷ പ്രഘോഷകനായ ജാംസനും ഇരുന്ന് പരിഹസിച്ച് തന്നെ ചിരിച്ചു. പക്ഷേ അപ്പുറത്തെ കസേരയിൽ മുടിവെട്ടാനിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു: നമ്മളൊക്കെ ചിരിക്കുന്നത് കൊള്ളാം, പക്ഷേ ഈ നോട്ടീസ് കണ്ടാൽ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കുറച്ചകലെയായി 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഈ നോട്ടീസ് കിട്ടിയാൽ ഉറപ്പാണ് അവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും ഇവർ ചിരിക്കുകയാണ്. ജാംസൺ ഇപ്രകാരം ചിന്തിച്ചു: അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസുമായിട്ട് ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിൽ ഒന്ന് കടന്നു ചെല്ലും. പരിഹാസ ചുവയോടെ അദ്ദേഹം ആ ഗ്രൂപ്പിലേക്ക് കടന്നു ചെല്ലുന്നു. 15ഓളം പേർ അവിടെ ഇരുന്നു എന്തൊക്കെയോ ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഭ്രാന്തന്മാരാണോ ഇവിടെ ഇരിക്കുന്നത് ജാംസന് തോന്നി. സാധാരണ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്തൊക്കെയോ പറയുകയും തുള്ളിച്ചാടുകയും കൈയടിക്കുകയും അവിടെ എല്ലാം കിടന്ന് നൃത്തം ചെയ്യുകയും ചെയ്യുന്ന 15 പേർ. ഭ്രാന്തന്മാരുടെ ഗ്രൂപ്പിലാണല്ലോ ഞാൻ വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഈ നോട്ടീസ് കൊണ്ടുപോയി ഈ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരുന്ന സഹോദരൻ്റെ കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു: ഞാൻ ഇപ്പോൾ വരാം ബ്രദർ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് 15 പേരും കൂടെ ഒരുമിച്ച് ഈ നോട്ടീസിന്റെ പുറത്ത് കൈവച്ചു. ഒരു അരമണിക്കൂർ നേരം പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ പ്രെയർ ഗ്രൂപ്പ് ലീഡർ ജാംസനോട് ഇപ്രകാരം പറഞ്ഞു: ബ്രദർ, ഇന്ന് രാത്രി 10 മണിക്ക് മഴ പെയ്യും, താങ്കൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി വീണ്ടും ആടാനും പാടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. സുവിശേഷ പ്രഘോഷകനായ ജാംസന് ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും പരിഹാസത്തോടെ തൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം രാത്രി ഒരു 9 മണിയായപ്പോൾ ഭാര്യയോട് ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു: എടീ, പുറത്ത് കിടക്കുന്ന തുണിയെല്ലാം നീ അകത്തെടുത്തിട്ട് കേട്ടോ, മഴ എങ്ങാനും പെയ്താൽ ഇതെല്ലാം നനഞ്ഞു പോകുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പരിഹസിച്ചിരുന്ന് ചിരിക്കുകയാണ്. കാട്ടുതീ ആളിക്കത്തുമ്പോഴാണ് പ്രാർത്ഥന. ഇവർ ചിരിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അന്നത്തെ റേഡിയോ ന്യൂസിൽ ഇപ്രകാരം കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു: 10 ദിവസത്തേക്ക് മഴ പെയ്യത്തില്ല. ഇത് കേട്ടതും കൂടെയാണ് ചിരി ഒന്നുകൂടെ കൂടി, പരിഹാസവും കൂടി. എന്നിട്ട് ഇവർ കട്ടിൽ നിന്ന് ചിരിക്കുക. ഒരു 9:45 മണിയായപ്പോൾ പുറത്തെന്തോ വലിയ ഒരു പ്രകാശം കണ്ടു. അപ്പൊ നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 1 മാസമായി കാലിഫോർണിയയിൽ കാട്ടുതീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും കെടുത്താൻ പറ്റുന്നില്ല, മഴയില്ല. അന്നേരത്താണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൻ പറഞ്ഞത് ഇന്ന് രാത്രി 10 മണിക്ക് മഴ പെയ്യും. എങ്ങനെ ചിരിക്കാതിരിക്കും? പക്ഷെ 9:45 എന്തോ ഒരു പ്രകാശം കണ്ടിട്ട് ജനലിന്റെ കേർട്ടൺ മാറ്റിയിടാനായിട്ട് ഈ ജാംസൺ എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകൻ ഹോട്ടലിന്റെ സൈഡിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം കർട്ടൻ മാറ്റിയിട്ടിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൊള്ളിയാൻ മിന്നി, ഒരു മിന്നൽ താഴേക്ക് വരുന്നത് കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ട് നിന്നിട്ട് വീണ്ടും കട്ടിലിൽ പോയി ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. തലകണി പൊക്കി വെച്ചിട്ട് അദ്ദേഹം കിടക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലോക്കിൽ 10 മണി അടിക്കുന്ന ശബ്ദം കേട്ടു. ഒന്നാമത്തെ മണി അടിച്ചതും പുറത്ത് ആർത്തിരമ്പുന്ന ശബ്ദത്തോടുകൂടി പെരുമഴ പെയ്തിറങ്ങി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് ഹൃദയം തുറന്നു കൊടുത്ത, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റുവാങ്ങിയ 15 സാധാരണ മനുഷ്യർ പറഞ്ഞ കാര്യം സംഭവിച്ചു. ക്ലോക്കിൽ 10 എന്നടിക്കുമ്പോൾ മഴ തിമിർത്ത് പെയ്തു. ഏതാണ്ട് 2-3 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ കാലിഫോർണിയയിൽ 1 മാസത്തോളം കത്തിക്കൊണ്ടിരുന്ന കാട്ടുതീ പൂർണ്ണമായും അണഞ്ഞു. റേഡിയോയിൽ വാർത്ത വന്നു, കാട്ടുതീ അണഞ്ഞിരിക്കുന്നു. ജനങ്ങളെല്ലാം സമാധാനത്തോടെ അന്ന് കിടന്നുറങ്ങി. സന്തോഷമായി, കാട്ടുതീ കെട്ടുപോയല്ലോ, ഇനി ഉറങ്ങാം. പക്ഷേ സുവിശേഷ പ്രഘോഷകനായ ജാംസന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം കട്ടിൽ എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തി, കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി. പിതാവേ, ഇത്രയും നാൾ ഞാൻ ചെയ്തത് എന്താണ്? എനിക്ക് അങ്ങയുടെ ശക്തി അറിയാൻ പറ്റിയില്ലല്ലോ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എനിക്ക് അറിയാൻ പറ്റിയില്ലല്ലോ. ദൈവമേ, എനിക്കില്ലാത്ത എന്താണ് അവർക്കുള്ളത്? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചവനാണ്, ഞാൻ തിയോളജി പാസ്സായവനാണ്, ഞാൻ ഫിലോസഫി പാസ്സായവനാണ്. എനിക്ക് ബൈബിൾ അറിയാം, പക്ഷേ ബൈബിളിലെ ദൈവത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ആ ദൈവത്തിന്റെ ശക്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി ഇന്നലെ പോയ പ്രയർ ഗ്രൂപ്പിലേക്ക്. അവിടെ അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളുടെ കൈ എൻ്റെ ശിരസിൽ വയ്ക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്കുള്ളത് എനിക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ 15 പേർ കൈകൾ വെച്ചു. ജാംസൺ എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, മാലാഖമാരുടെ ഭാഷകളിൽ പാടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം പാടെ മറിഞ്ഞു. രോഗശാന്തി ശുശ്രൂഷയുടെ വലിയൊരു അഭിഷേകം ദൈവം അവിടെ വെച്ച് കൊടുത്തു. വീൽ ചെയറിൽ ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ, തളർന്നു പോയവരെ യേശുനാമത്തിൽ എഴുന്നേറ്റ് ഓടിക്കാൻ, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താൻ, കണ്ണുനീരിൽ കുതിർന്ന അനേക വ്യക്തികൾക്ക് ജീവിതം മടക്കി കൊടുക്കുവാൻ ദൈവം ഈ മനുഷ്യനെ ഉപയോഗിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പങ്കുവച്ചത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ക്രിസ്തീയ ലോകമേ, ഈ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മൾ പഠനത്തിന്റെ പുറകെ നടന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുകയാണോ? ലോകത്തിലെ മനുഷ്യരെ സാത്താൻ പന്ത് തട്ടുമ്പോൾ നമ്മൾ എന്തിന്റെ പുറകെയാണ് ഓടുന്നത്? എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? ദൈവശക്തിക്കാണോ, അറിവിനാണോ, അഭിഷേകത്തിനാണോ? എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ ഡൈനാമിക് പവറായ പരിശുദ്ധാത്മാവിനെ പറ്റിയുമാണ്. അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുക തന്നെ ചെയ്യും. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് ഒരു ഗ്രൂപ്പിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും, മനുഷ്യരായ സകലർക്കും പരിശുദ്ധാത്മാവിനെ നൽകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ആരാണ് ഈ എല്ലാവർ? മുകളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അന്ന് അവിടെ തടിച്ചുകൂടിയ വലിയൊരു ജനക്കൂട്ടം. ഏതാണ് ഈ ജനക്കൂട്ടം? റോമാക്കാർ, യഹൂദർ, ഹിത്യർ, ഗ്രീക്കുകാർ, ആഫ്രിക്കക്കാർ, ലിബിയാക്കാർ, കിറേനക്കാർ, ഏഷ്യാക്കാർ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന വിവിധ ജാതി മതസ്ഥരായ അനേകർ അവിടെ തടിച്ചുകൂടി. കർത്താവിന്റെ വചനം പറയാണ്, അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി തൊടുന്ന തരത്തിലാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ മേൽ ആത്മാവ് വന്നു. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ ഒരു അന്തരീക്ഷം മാളികമുറിയുടെ പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. മാളികമുറിയുടെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നതല്ല ഈ ഒരു അഭിഷേകവും തൊടലും, അത് പുറത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പൊട്ടിക്കരച്ചിലും കണ്ണുനീരും ഉണ്ടായത്. യഥാർത്ഥത്തിൽ പത്രോസിന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാളികമുറിയിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞിരുന്നു. അതിനവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം പത്രോസ് പ്രസംഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിക്കരച്ചിലാണ് കേൾക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനം. അതേ പ്രിയപ്പെട്ടവരെ, സകലരെയും ആത്മാവ് തൊടുന്നുണ്ടായിരുന്നു. സകലർക്കും എന്തോ സ്വർഗീയ അനുഭവം, ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായി. ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സ്പർശനം ഉണ്ടാകുന്നു. അതേ, സകലരെയും തൊട്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്.
പഴയ നിയമത്തിൽ ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ സ്നേഹപിതാവിന്റെ സ്വപ്നം പിതാവ് ജോയേൽ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യഹൂദരുടെ മേൽ മാത്രമല്ല, പുരോഹിതരുടെ മേൽ മാത്രമല്ല, വചന പ്രഘോഷകരുടെ മേൽ മാത്രമല്ല, സന്യസ്തരുടെ മേൽ മാത്രമല്ല, സന്യാസികളുടെ മേൽ മാത്രമല്ല, അൽമായ പ്രഘോഷകരുടെ മേൽ മാത്രമല്ല, വിദ്യാഭ്യാസമുള്ളവരുടെ മേൽ മാത്രമല്ല, എല്ലാവരുടെ മേലും, ബൈബിൾ വായിക്കാൻ അറിയാവുന്നവന്റെ മേൽ മാത്രമല്ല, ബൈബിൾ പഠിച്ചവന്റെ മേൽ മാത്രമല്ല, സകലരുടെ മേലും, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പിതാവ് പറഞ്ഞിരുന്നു, ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും. പിതാവിന്റെ സ്വപ്നമായിരുന്നു. തൻ്റെ ആത്മാവിന്റെ സ്നാനം എല്ലാവർക്കും കൊടുക്കണമെന്നത് പിതാവിന്റെ സ്വപ്നമായിരുന്നു. അതിനൊരു തടസ്സമുണ്ടായിരുന്നു, മനുഷ്യന്റെ പാപം. അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ സ്നേഹപിതാവ് തന്നെ പരിഹരിച്ചു. രക്തത്താൽ കഴുകപ്പെടുന്ന മനുഷ്യൻ, പുത്രന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന മനുഷ്യന് തീയുടെ അഭിഷേകം കടന്നു വരികയാണ്. സ്വർഗത്തിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം അവന്റെ മേൽ വരികയാണ്. അവൻ നരകത്തെ വിറപ്പിക്കുന്നവനായി തീരുന്നു. പാപത്തിന്റെ മേൽ ചവിട്ടി നടക്കും. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മ സ്നാനം. മൂന്നാമതായി, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, മറന്നു പോകരുത്. ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. വേണമെങ്കിൽ പോരട്ടെ എന്ന് പറയരുത്. ഒഴുക്കൻ മട്ടിലെടുക്കരുത്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ ഒരു കൽപ്പനയാണ്. ഒരു പട്ടാള കമാൻഡർ തന്റെ കീഴിലുള്ള പട്ടാളക്കാരോട് പറയുന്നു, ഇടത്തേക്ക് പോവുക, അവർ ഇടത്തേക്ക് പോകുന്നു. നിൽക്കുക, അവർ നിൽക്കുന്നു. വെള്ളം കുടിക്കുക, അവർ കുടിക്കുന്നു. കിടക്കുക, അവർ കിടക്കുന്നു. വിശ്രമിക്കുക, വിശ്രമിക്കുന്നു. തോക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അവർ അനുസരിക്കുന്നു. നമ്മുടെ കമാൻഡർ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത്. വീണ്ടും ഈ കൽപ്പന കർത്താവ് ആവർത്തിക്കുന്ന രംഗം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാം. എന്റെ പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദാനം നിങ്ങൾ സ്വന്തമാക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവമില്ലാതെ നമ്മൾ നമ്മുടെ കിടക്ക വിട്ട് കിടക്കമുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ സ്വപ്നമാണ്, മഹത്തായ പ്ലാനാണ്. ഓരോ പ്രഭാതത്തിലും ആത്മാവിൻ്റെ തീ ആളി കത്തിപ്പടരുന്നവരായി നമ്മൾ കിടക്ക വിട്ട് നമ്മുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഭവനം മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിറയും. നമ്മളുമായിട്ട് ഇടപെടുന്നവർക്കെല്ലാം ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ നിഴലടിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഭവം ഉണ്ടാകും. ദൈവസ്നേഹം വാരിപ്പുണരുന്ന അനുഭവം ഉണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകം ദൈവത്തെ അറിയും. ഒരു ദൈവമുണ്ടെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഉള്ളവരായി തീരണം. അതേ കർത്താവ് പറയുന്നു, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളോ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. കർത്താവ് നമുക്ക് തരുന്ന ഈ വലിയ വാഗ്ദാനം നമുക്ക് അവകാശപ്പെട്ടതാണ് മക്കളെ, ദൈവമക്കളെ. ഇത് നമുക്ക് വേണം. ഈ അനുഭവത്തിന് മാത്രമേ ലോകത്തെ ഇനി രക്ഷിക്കാൻ പറ്റൂ. വെറും പഠനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലോകം പണ്ടേ രക്ഷപ്പെടുമായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കണം, പഠനം വേണ്ട എന്നല്ല, പഠനം ഒന്നിലേക്ക് നയിക്കണം. എന്തിലേക്ക്? പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ അവിടം തരുന്ന ഈ സമ്മാനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വീണ്ടും പെന്തക്കോസ്ത. വീണ്ടും പെന്തക്കോസ്ത. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, ചോദിച്ചാൽ അവിടുന്ന് സമൃദ്ധമായിട്ട് നമുക്ക് നൽകും. ദാഹിച്ചാൽ നമ്മുടെ ദാഹം തീരുവോളം അവിടുന്ന് ആത്മാവിനെ തരും. ഈ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മീയ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ആത്മീയ ദാനങ്ങൾക്കായി ദാഹത്തോടെ പ്രാർത്ഥിക്കുവിൻ. ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി കൈയടിച്ചും തുള്ളിച്ചാടിയും നൃത്തം ചെയ്തും ദൈവത്തെ ആരാധിച്ച് ആത്മാവ് തരുന്ന എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയാണ്. അതിനാൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളോടൊപ്പം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വലിയ തുറവിയോടെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക്
ഈ ആരാധനയിൽ പങ്കെടുക്കാം. ഇന്നത്തെ ആരാധന നമുക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്രച്ചനാണ്. സിഹിയോൻ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനങ്ങൾക്ക് വട്ടാലച്ചനോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന അച്ഛനോടൊപ്പം ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലും ശക്തമായ ചില സന്ദേശങ്ങൾ അച്ഛനിലൂടെയും ടീമിലൂടെയും ദൈവം നമുക്ക് തരുന്നുണ്ട്. ഓരോ സന്ദേശവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. വിശ്വാസത്താൽ അത് സ്വീകരിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഒരു പുത്തൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ സകല വരങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമടിക്കുക. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുക. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. കരങ്ങൾ താഴ്ത്തി ഇടത്തോട് നന്നായി കരങ്ങളടിക്കണം. ഇരു സൈഡിലേക്കും മാറി മാറി കരങ്ങളടിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കുക. സന്തോഷിച്ച് തുള്ളിച്ചാടി ആരാധിക്കണം. പാപം, രോഗം, ക്ഷീണം, തടസ്സങ്ങൾ, അന്ധകാരങ്ങളെല്ലാം മാറിയാൽ മാത്രമേ അഭിഷേകം വ്യാപരിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവെടുത്തു മതി. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മതി. നിരാശയും തകർച്ചയും കുറ്റബോധവും സാഫല്യവും അവിടുന്ന് എടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും സാഫല്യവും അവിടുന്ന് എടുത്തു. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. കരങ്ങൾ താഴ്ത്തി വീണ്ടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കണം. ശക്തമായ അഭിഷേകം ഇപ്പോൾ നിറയുന്നു. ഇടത്തോട്ട് മന്ത്രം നന്നായി അനങ്ങുക. ഫ്രീ ആയി മൂവ് ചെയ്യുക. സ്പിരിറ്റ് വ്യാപരിക്കുന്നു, ബന്ധനം അഴിയുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ. തുള്ളിച്ചാടി കണ്ണുകൾ ഉറപ്പിച്ചല്ലോ, കണ്ണുകൾ ഉറപ്പിച്ചല്ലോ. അടിമകൾ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ പുതിയ അഭിഷേകം. അടിമകൾ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ കരമുയർത്തി നൃത്തം ചെയ്ത് നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. കരങ്ങൾ താഴ്ത്തി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങടിക്കുക. നന്നായി അനങ്ങുക. ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ, സൗഖ്യം. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ വിട്ടുമാറും. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പൊട്ടട്ടെ, സകല ബാധകൾ വഴിയട്ടെ, സകല ബന്ധനങ്ങൾ വഴിയട്ടെ. ദാനിയേൽ, ജോയൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സമൂഹത്തെ വ്യാപരിക്കുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ ചാടി എഴുന്നേറ്റു. പത്രോസിനെ നിഴലേറ്റപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. അവർ പിടിച്ചിരുന്ന തൂവാല കൈയെടുത്തു രോഗികൾ സൗഖ്യം പ്രാപിച്ചു. സംസാരിക്കാൻ കൃപ നൽകണേ കർത്താവേ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ബാധകൾ ഭൂതങ്ങൾ അഴിയട്ടെ. പുതിയ പ്രബോധനങ്ങൾ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ അഭിഷേകം, anointing power. കരങ്ങൾ ഉയർത്തുമ്പോൾ അഭിഷേകം, വാക്ക് പറയുമ്പോൾ അഭിഷേകം, നോക്കുമ്പോൾ അഭിഷേകം, ചിന്മയെ വിട്ടുപോകുന്ന അഭിഷേകം. ഉറക്കെ ശ്രദ്ധിക്കുക. പോരാ പോരാ, വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രാർത്ഥിക്കുന്നു. പോരാ പോരാ. ഓരോരുത്തരും ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം വ്യാപരിച്ചതുപോലെ തീ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഇതാ തീ ജ്വാലയായി തീ ജ്വാലയായി ഇറങ്ങുന്നു. ഒച്ചത്തിൽ 5 പ്രാവശ്യം വിളിക്കുക. കരങ്ങൾ കൊട്ടി അഭിഷേകം അഭിഷേകം ചെയ്യണമേ. കരങ്ങളടിക്കുക. അടുത്തേക്ക് ഒരു കരങ്ങൾ കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി വീണ്ടും 5 പ്രാവശ്യം വിളിക്കുന്നു. റൂഹായേ രണ്ടുപേരും മുഖത്തോടെ നോക്കിയിരിക്കുക. രണ്ടുപേരും മുഖത്തോടെ നോക്കിയിരിക്കുക. കരങ്ങൾ 2 കോർത്ത് പിടിക്കുക. എന്നിട്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യുക. ചാടി തുള്ളിച്ചാടി തുള്ളിച്ചാടട്ടെ. കരങ്ങളടിച്ച്
താഴ്ത്തി കരങ്ങൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാം. ഇച്ചിരി നടക്കുക, ഫ്രീ ആവുക. കൊച്ചുകുട്ടിയെ പോലെ പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അനങ്ങി ഓരോരുത്തർ ആഗ്രഹിക്കണം. ഇന്ന് വരം വേണം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കുക. തോളെ കൈയിട്ട് എല്ലാവരും തോളെ കൈയിടുക. നന്നായി അണങ്ങിക്കേ. കരങ്ങൾ ഉയർത്തി തുള്ളിച്ചാടി ചാടിത്തുള്ളി തുള്ളിച്ചാടി ചാടിത്തുള്ളി ഉച്ചത്തിൽ വിളിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുക. സ്വരം ഉയർത്തി വിളിക്കുക. ശ്രദ്ധിക്കട്ടെ. പോരാ മക്കളെ, ചങ്കുപൊട്ടി വിളിക്കുക. പുതിയ അഭിഷേകം തുറക്കുന്നു. പുതിയ കൃപ, പുത്തൻ പന്തക്കുസ്ത, mighty anointing. Come Holy Spirit with fire. Come Holy Spirit with fire. പുതിയ അഭിഷേകം ഫയർ അടിക്കട്ടെ. തീ കാറ്റ്, പരിശുദ്ധാത്മാവിന്റെ തീ കാറ്റ്. പോരാ തീയോടെ പ്രാർത്ഥിക്കുക. എരിവോടെ പ്രാർത്ഥിക്കുക. വിട്ടുകൊടുക്കരുത്. വേണം, എനിക്ക് വേണം അഭിഷേകം വേണം. പ്രാർത്ഥിക്കുക. മറുഭാഷയിൽ സംസാരിക്കുക. ഇപ്പോൾ ആഗ്രഹിക്കുക. പുതിയ ഭാഷാവരങ്ങൾ ചോദിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. രണ്ട് കരങ്ങൾ മുമ്പിലേക്ക് നാല് ശിരസിലേക്ക് വെക്കുക. രണ്ട് കരങ്ങൾ ശിരസിലേക്ക് വെക്കുക. അപ്പുറത്തെ അങ്ങോട്ടും അഭിഷേകം പകരുന്ന സമയമാണിപ്പോൾ. നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. മോശ ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ 72 പേരുമേൽ 70 നേതാക്കന്മാരുമേൽ കർത്താവിന്റെ ശക്തി ആവസിച്ചു. ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വിവിധ ധ്യാന കേന്ദ്രങ്ങളിലും വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന പലരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരാൾക്കുള്ള അഭിഷേകമുള്ള മറ്റൊരാൾക്ക്. അപ്പോൾ ഈ അഭിഷേകം മുഴുവൻ സിഗിയോനിൽ നിറഞ്ഞ മുഴുവൻ അഭിഷേകവും ഒട്ടായച്ചൻ നിങ്ങൾ നൽകി പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ചാനലിലൂടെ നമുക്ക് കിട്ടുന്ന അഭിഷേകം, ഓരോരുത്തരിലൂടെ അഭിഷേകം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കുക. അഭിഷേക പകർച്ച, അഭിഷേക പ്രവച, ഇപ്പോൾ വിവിധ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഇപ്പോൾ പരസ്പരം പകർന്നു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രബോധനം നിറയട്ടെ, അഭിഷേകങ്ങൾ പുതിയട്ടെ, ഭാഷ നിറയട്ടെ, ജ്ഞാനവരം നിറയട്ടെ, പ്രബോധനം നിറയട്ടെ, അത്ഭുത പ്രവൃത്തികൾ അഭിഷേകം നിറയട്ടെ, രോഗശാന്തി വരം നിറയട്ടെ, ജ്ഞാനത്തിന് വരം നിറയട്ടെ, ശാന്തത വരം നിറയട്ടെ, ഭൂമിയുടെ വരം നിറയട്ടെ, വിശുദ്ധിയോട് നിറയട്ടെ. പുതിയ ബന്ധുക്രിസ്ത രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. അഭിഷേകം പകരട്ടെ. ഓരോ ധ്യാന കേന്ദ്രത്തിന്റെ അഭിഷേകം ഇപ്പോ കേരള സഭയിലേക്ക് നിറയട്ടെ. സഭ മുഴുവൻ കത്തിപ്പടർത്തുവാൻ അഭിഷേകം, ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള അഭിഷേകം, മലയെ തകർക്കാനുള്ള അഭിഷേകം, സാത്താനെ ബന്ധിക്കാനുള്ള അഭിഷേകം, ശാസ്ത്രികളുടെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ിലേക്ക് നോക്കി രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ ആത്മാവേ റൂഹായേ എന്നിലൊന്നുകൂടി ശക്തിയായി ആത്മാവാം റൂഹായേ പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ റൂഹായേ നിറയണമേ പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എല്ലാവരും കണ്ണടയ്ക്കുക.
പരിശുദ്ധാത്മാവേ സൂക്ഷിക്കുന്ന കർത്താവ്, വലിയ അഭിഷേകം തുറന്നു കൊടുക്കുന്ന കർത്താവ്, തുടർന്നുള്ള മണിക്കൂറുകളിലും ഇന്നത്തെ അഭിഷേകമാകുന്ന സമയത്ത് ആരെങ്കിലും ഈ അഭിഷേകം ലഭിക്കാത്തുണ്ടെങ്കിൽ ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ ദാസർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, 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 ആത്മാവേ. ഓരോരുത്തരും ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ ആശ്വാസം സ്വീകരിക്കുക ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ പന്തക്കോസ്ത കർത്താവ് നമുക്ക് നൽകി. വലിയ അഭിഷേകം നമുക്ക് ഈ സമയത്ത് തുറന്നു തന്നു. ഓരോരുത്തർക്കും പുതിയ പുതിയ ഭാഷാപരങ്ങളും എല്ലാ വരങ്ങൾ തുറന്നു തന്ന കർത്താവ് നന്ദി പറയാം. അവരുടെ പരിശുദ്ധം നന്ദി പറയാം. ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരും അഭിഷേകം പ്രാപിക്കാൻ ഇപ്പോൾ പ്രാർത്ഥിക്കണം. എല്ലാം മുട്ടുകുത്തിയിരിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. മുട്ടുമടക്കി കർത്താവ് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവൻ മൃഗായി വരിക, ജീവിതത്തിൽ പൊതിയണമേ. പരിശുദ്ധ അഗ്നിയെ സ്നാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മാവേ, ചപ്പ് പൊട്ടി വിളിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 റൂഹാ, റൂഹാ, ഹല്ലേലൂയ, 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 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു. ദാഹിച്ച് പ്രാർത്ഥിക്കുക. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, ആരാധനയിലൂടെ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ടും വരങ്ങൾ തന്നിരിക്കുന്നു. ഈ വരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തെ ഈ ലോകത്തിനും സമൂഹത്തിനും വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. അതിനാൽ ഈ വരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഭാഷാവരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിരന്തരം പ്രാർത്ഥിക്കണം. അത് നിങ്ങളെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും.
പ്രിയപ്പെട്ടവരെ, നാളെ നമുക്കായിട്ട് 5-ാം ദിവസം വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ബിനോയ് അച്ഛനാണ്. നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം. ഓരോ ദിവസവും അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ ഈ വീണ്ടും പെന്തക്കോസ്തൽ കർത്താവ് നിന്നെ ജീവിതത്തിൽ ഇടപെടുന്ന സംശയം വേണ്ട. വീണ്ടും പെന്തക്കോസ്ത അഭിഷേകത്തിലേക്ക് ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ഇപ്പം ആരാധിക്കുന്നത്, നീ ഒറ്റയ്ക്കല്ലേ പ്രാർത്ഥിക്കുന്നത്, ആഗോള സഭ മുഴുവൻ പ്രാർത്ഥിക്കുക. കൈകൾ ഉയർത്തി